ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. മൈക്കൽ കാരിക്ക് വന്നതിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് നല്ല കാലമാണ്. പറയാൻ കാരണം തുടർച്ചയായി 4 മത്സരങ്ങൾ അവരിപ്പോൾ വിജയിച്ചു കഴിഞ്ഞു. വീഴ്ത്തിയത് ചില്ലറക്കാരെയല്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ആഴ്സണൽ, ടോട്ടൻഹാം തുടങ്ങിയ വമ്പന്മാരെ വീഴ്ത്താൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടുണ്ട്. നല്ല രൂപത്തിലാണ് യുണൈറ്റഡിൻ്റെ എല്ലാ താരങ്ങളും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് യുണൈറ്റഡ് ടോട്ടൻഹാമിനെ പരാജയപ്പെടുത്തിയത്. ഈ മത്സരശേഷം ബ്രൂണോ ഫെർണാണ്ടസ് കാരിക്കിനെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ടീമിനകത്ത് എന്ത് മാറ്റമാണ് ഇപ്പോൾ ഈ പരിശീലകൻ വരുത്തിയിട്ടുള്ളത്, അതേക്കുറിച്ച് ബ്രൂണോ സംസാരിച്ചിട്ടുണ്ട്. ശരിയായ ഐഡിയാസുമായാണ് കാരിക്ക് ഇപ്പോൾ ടീമിനകത്തേക്ക് വന്നത്. കൂടുതൽ എനർജി ടീമിനകത്ത് ഇഞ്ചക്ട് ചെയ്യാൻ കാരിക്കിന് കഴിഞ്ഞു എന്നൊക്കെയാണ് ബ്രൂണോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ശരിയായ ഐഡിയകളുമായാണ് മൈക്കൽ കാരിക്ക് ടീമിലേക്ക് വന്നിട്ടുള്ളത്. താരങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് നൽകുന്നതോടൊപ്പം നല്ല ഫ്രീഡവും നൽകുന്നുണ്ട്. നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. മുൻപ് ഇടക്കാല പരിശീലകനായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞതെല്ലാം ഇപ്പോഴും അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അദ്ദേഹം ഒരു മികച്ച പരിശീലകനാകും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിപ്പോൾ അദ്ദേഹം തെളിയിച്ചു. ഈ ടീമിന് വേണ്ടി കളിക്കുന്നതിൻ്റെ പ്രഷറും പ്രതീക്ഷകളും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. വിജയങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഈ ക്ലബിന് എന്താണ് ആവശ്യം എന്നുള്ളത് കാരിക്കിന് കൃത്യമായി അറിയാമായിരുന്നു. അദ്ദേഹം അത് ടീമിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. നിലവിൽ ടീമിനകത്തുള്ള എനർജി വ്യത്യസ്തമാണ്. കാരണം ഞങ്ങൾ വിജയിക്കുന്നു, ആരാധകർ ഹാപ്പിയാണ്. തുടർച്ചയായി 4 മത്സരങ്ങളിൽ വിജയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അടുത്ത മത്സരവും വിജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതാണ് ഇപ്പോൾ പോർച്ചുഗീസ് സൂപ്പർ താരമായ ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞിട്ടുള്ളത്. മികച്ച പ്രകടനമാണ് ബ്രൂണോ ഇപ്പോൾ യുണൈറ്റഡിന് വേണ്ടി നടത്തുന്നത്. അവസാനമായി കളിച്ച 15 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് 13 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ബ്രൂണോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്രയേറെ നല്ല രൂപത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും ഈ ഒരു പോർച്ചുഗീസ് സൂപ്പർ താരം തന്നെയായിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.